ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത് എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. വക്കീലിനോട് കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമായി പറയണം, എങ്കിലേ അദ്ദേഹത്തിന് വാദിച്ച് ജയിക്കുവാൻ പറ്റൂ. അതുപോലെ ഡോക്ടറോടും രോഗവിവരങ്ങൾ പൂർണ്ണമായി പറയണം, എങ്കിൽ മാത്രമേ കൃത്യമായ രോഗനിർണയം സാധ്യമാകൂ. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും അറിയുന്ന ഒരാളുണ്ട്, ഈശ്വരൻ. അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഈശ്വരന് മുന്നിൽ നിരത്തുന്ന ധാരാളം ഭക്തരുണ്ട്. അവർ ഒരു കാര്യം മറക്കുന്നു: എല്ലാം അറിയുന്നവനാണ് ഈശ്വരൻ. നമ്മുടെ ഓരോ ചലനങ്ങളും കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നു. അതുകൊണ്ട് എല്ലാം അവിടുത്തേക്ക് സമർപ്പിച്ച് സദാ അവിടുത്തെ സ്മരണ ചെയ്യുവാനാണ് നാം ശ്രമിക്കേണ്ടത്. എല്ലാറ്റിലും ഉപരിയായ ബന്ധം നമുക്ക് ഈശ്വരനോടായിരിക്കണം. അവിടുത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാകണം പ്രാർത്ഥനകൾ. പലരും ഈശ്വര സന്നിധിയിൽ ചെന്ന് വഴിപാടുകൾ നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കാം എന്ന് വിചാരിക്കുന്നു. എന്നാൽ പ്രപഞ്ചാധിപനായ ഈശ്വരന് ഇതൊന്നും ആവശ്യമില്ല. ഈശ്വരനിൽ നമുക്കുള്ള വിശ്വാസവും സമർപ്പണവുമാണ് നമ്മുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നത്. ഈശ്വര സവിധത്തിൽ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വലിയ വഴിപാടുകൾ നടത്തുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്തെങ്കിലും ഫലം സിദ്ധിക്കുന്നുവെങ്കിൽ അത് വഴിപാടിൻ്റെ വലിപ്പം കൊണ്ടല്ല, അതിനോടൊപ്പമുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെ ഫലമാണ്. ഉറച്ച വിശ്വാസമാകണം നമുക്ക് വേണ്ടത്. ഒരു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പൈലറ്റിൽ വിശ്വാസം അർപ്പിച്ചാണ് നാം യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ അയാളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ജീവിതയാത്രയിൽ അന്തര്യാമിയായ ഈശ്വരനിൽ ഉറച്ചു വിശ്വസിക്കുക. അവിടുന്നാണ് എന്നെ നയിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഈശ്വരനിൽ പരിപൂർണ വിശ്വാസം ഉണ്ടാകുന്നത് തന്നെയാണ് സാക്ഷാത്കാരം. ഭഗവത് സ്മരണയിലൂടെ, പ്രാർത്ഥനകളിലൂടെ ശരിയായ വിശ്വാസം വളർത്തിയെടുക്കണം. ഈ സമർപ്പണം, ശരണാഗതി ഭാവം വളർത്തിയെടുത്താൽ നമുക്ക് വേവലാതിയുടെ ആവശ്യമില്ല. എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.